സോഫ്റ്റ് സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വന്നിരിക്കുന്നത്. നല്ല പാറ്റേണിൽ എംബ്രോയിഡറി വർക്ക് ആണ്. സർക്കുലർ പാറ്റേണിലുള്ള മോട്ടീവ്സിലായിരിക്കും എംബ്രോയിഡറി വർക്ക് വരുന്നത്. കളർ പറയുകയാണെങ്കിൽ ലാവൻഡർ ടോണിൽ നല്ലൊരു മൾട്ടി കളർ ത്രെഡിലാണ് ഒരു എംബ്രോയിഡറി വർക്കും ഒരു ഓഫ് വൈറ്റിലാണ് സ്കാലപ്പിലുള്ള ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. ഇതായിരിക്കും സാരിയുടെ പാറ്റേൺ വരിക കേട്ടോ. എന്താണ് ഈ ബോഡി എല്ലാം കംപ്ലീറ്റ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ ബുട്ടി വർക്ക് വരുന്നുണ്ട്. ഫ്ലോറൽ മോട്ടീവ്സ് വന്നിട്ട് രണ്ട് സൈഡും അപ്പറും ലോവറും വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും. പ്ലീറ്റ്സ് വരുമ്പം ഹാഫ് പോർഷനിലാണ് ആ ഒരു വർക്ക് വരുന്നത്. അത് കഴിഞ്ഞ് ആ ഒരു സ്കാലപ്പ് ഫിനിഷിൽ തന്നെ ആയിരിക്കും വരുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം വർക്ക് വരുന്നത്. ഇതായിരിക്കും ബോഡി വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഫുൾ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലായിരിക്കും വരുന്നത്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ്. ഇതാണ് സാരിയുടെ ആ ഒരു സിംഗിളറിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. ഇതാണ് ഒരു ടെക്സ്ചർ വരുന്ന സാരി. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് മെറ്റീരിയൽ. ഫുൾ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് രണ്ട് സൈഡും അപ്പറും ലോവറും വരുന്ന ഈ ഒരു പാറ്റേണിൽ നല്ലൊരു സർക്കുലർ പാറ്റേണിലാണ് ഒരു മോട്ടീവ്സ് വന്നിട്ട് ഓഫ് വൈറ്റിലാണ് സ്കാലപ്പ് ബോർഡർ വരുന്നത്. മുന്താണി സെയിം സ്റ്റൈലിൽ തന്നെ വരുന്നത്. ഇതായിരിക്കും സാരിയുടെ ആ ഒരു പ്ലീറ്റ്സിന്റെ പോർഷൻ ഇങ്ങനെ വരും. വിത്ത് ബ്ലൗസ് സെയിം ആ ലാവൻഡർ ടോണിൽ തന്നെ പ്ലെയിൻ ആണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക്. നമുക്ക് ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാവുന്ന ഫാബ്രിക്കാണ്. സെയിം അതേ വർക്ക് തന്നെയാണ്. ഇനി ഡിഫറെന്റ് കളേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് കണ്ടല്ലോ. ഫുൾ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും ഡബിൾ സൈഡിലും ഇതേ പാറ്റേണും മുന്താണി സെയിം ആയിരിക്കും. എല്ലാ സാരീസിന്റെയും ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും. ഇതിന്റെ കളർ പറയുകയാണെങ്കിൽ നല്ലൊരു മൗ ടോൺ ആണ് സാരി വരുന്നത്. സെയിം സ്റ്റൈൽ ബോഡി വിത്ത് പല്ലു. നെക്സ്റ്റ് കളർ നല്ലൊരു സേജ് ഗ്രീൻ ആണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ തന്നെയാണ്. ഫുൾ ബോഡിയിലും അതേ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് രണ്ട് സൈഡിലും ഇതേ പാറ്റേണിലും ബോർഡർ വരുന്നുണ്ട് വിത്ത് പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ ലാവൻഡർ ബ്ലെൻഡഡ് ബേബി പിങ്ക് ആണ്. ബേബി പിങ്കും ലാവൻഡറും കൂടി ചേർന്ന് വരുന്ന നല്ലൊരു ഷെയ്ഡാണ്. സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും വർക്ക് വരുന്നത്. നെക്സ്റ്റ് കളർ നല്ലൊരു മെറൂൺ ടോൺ ആണ് സാരി വന്നിരിക്കുന്നത്. മെറൂണിലും അതേ സ്റ്റൈലിൽ തന്നെ. ഡിസൈൻ സെയിം ആയതുകൊണ്ടോ ഞാൻ ക്ലോസറിൽ വരാത്തത്. ഡിസൈനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ക്ലോസറിൽ കാണിക്കാം. ഇതിപ്പോൾ അതേ ഡിസൈൻ തന്നെയല്ലേ കാണിക്കുന്നത്. അതാണ് കളേഴ്സ് മാത്രം കാണിച്ചു പോകുന്നത്. അതേ ടോണിൽ തന്നെ ഒരു ചിക്കു ബ്ലെൻഡഡ് ബേജ് ആണ് സാരിയുടെ ടോൺ വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ഡബിൾ സൈഡ് ബോർഡർ വിത്ത് സ്കാലപ്പ് ബോർഡർ വിത്ത് പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു പീകോക്ക് ബ്ലൂ ആണ് സാരി വന്നിരിക്കുന്നത്. ജസ്റ്റ് നമ്മൾ ഉടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് അറിയാനാണ് ഞാൻ ഒരു 1 ലെയറിൽ ഞാൻ മേത്ത് ഇട്ട് കാണിക്കുന്നത്. ഈ ഒരു പാറ്റേണിലായിരിക്കും സാരി വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരി. നമുക്ക് ഈസി ആയിട്ട് ഡ്രേപ്പ് ചെയ്യാവുന്ന സാരിയാണ്. പ്ലീറ്റ്സ് വരുമ്പോൾ ഒരു ഹാഫ് പോർഷനിലായിരിക്കും ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്ന വർക്ക് വിത്ത് റണ്ണിങ് പല്ലു ആൻഡ് പ്ലെയിൻ ബ്ലൗസ്. അടുത്ത കളർ ലോട്ടസ് പിങ്ക് ആണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ അതേ പാറ്റേണിലാണ് ഫുൾ വർക്ക് വരുന്നത്. അടുത്ത കളർ നല്ലൊരു ബ്ലെൻഡഡ് ടോൺ ആണ്. ബ്രൗൺ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഒരു ഗോൾഡൻ ടിൻറ്റഡ് ബ്രൗൺ ആണ് സാരി വരുന്നത്. സെയിം സ്റ്റൈൽ വർക്ക് വിത്ത് പല്ലു. ലാസ്റ്റ് സാരിയാണ് ഇത് വരുന്നത്. ഒരു പീച്ച് ടോൺ ആണ് വരുന്നത്. ഒരു ബേബി പിങ്കും പീച്ചും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ. നല്ലൊരു പേസ്റ്റൽ കളറിലാണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈൽ വർക്ക് വിത്ത് പ്ലെയിൻ ബ്ലൗസ്.